ഹലോ, CNC ബാങ്കിലെ കളക്ഷൻ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആട്ടോ ഇന്ന്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വീഡിയോയിൽ എല്ലാത്തിൻ്റെ പ്രൈസും പറയാറുണ്ട്. വീണ്ടും അത് വന്ന് വാട്സാപ്പിൽ ചോദിക്കണമെന്നില്ല കേട്ടോ. സെയിം പ്രൈസ് തന്നെയാണ് വാട്സാപ്പിൽ ചോദിച്ചാലും. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ആയിട്ടുള്ള CNC ബാങ്കുകൾ. ഇത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പേജുണ്ട്, ഓൾറെഡി അവിടെ സെയിലായ സംഭവമാണ്. ഇത് ഇതുവരെ റീസ്റ്റോക്ക് ആയിട്ടില്ല. ഒത്തിരി ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പം ഞാനിതിപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒറ്റ സ്റ്റോക്കും എനിക്കില്ല. പക്ഷെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ബാംഗ്ലൂർ മാർച്ചിന് മുമ്പായിട്ട് വന്നതാണ്. അന്ന് മുതൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ യൂസ് ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്നെ ഈ ഒരു ബിസിനസ്സിലോട്ട് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് എൻ്റെ ഉമ്മി. അപ്പോൾ ഞാനിത് വന്നപ്പോൾ തന്നെ എൻ്റെ ഉമ്മിയുടെ കയ്യിലാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഉമ്മി ഉപയോഗിച്ച വളയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഒരു 6-7 മാസത്തോളം കണ്ടിന്യൂസ് ഊരിയിട്ടില്ല. ഞാനാണ് കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്തത്, ഞാൻ തന്നെയാണ് ഊരിയത് കേട്ടോ. ഇതിലുമ്മി സോപ്പ് വെള്ളം, നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷറിൻ്റെ എല്ലാ വെള്ളവും കൊണ്ട് ഉപയോഗിച്ച, അതായത് റഫ് യൂസ് ചെയ്തൊരു ബാങ്കിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കാണിച്ച് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകാനായിട്ടാണ്. നമ്മുടെ ഈ CNC ബാങ്കിലെ ക്വാളിറ്റി മനസ്സിലാകാൻ വേണ്ടി. നോർമലി CNC ബാങ്കിൽ 1 ഇയർ, 2 ഇയർ, 3 ഇയർ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് 1 ഇയറോ 2 ഇയറോ നിങ്ങൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി നിലനിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ 4 പീസിൻ്റെ സെറ്റായിട്ടാണ് കേട്ടോ. ഡെയിലി വെയർ യൂസിന് പറ്റിയ ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 535 535 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, ഇതിങ്ങനെ പോവോ അങ്ങനെ കളർ മങ്ങോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഐറ്റമാണ് CNC ബാങ്കിൽ വീഡിയോ ഇടുന്ന മുമ്പ്, ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്ന മുമ്പ് കുറച്ച് പിക്ചേഴ്സ് അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് 2-3 സൈസൊക്കെ ഇതിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് 4 നിങ്ങൾക്ക് 2 വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യണം. സിംഗിളായിട്ട് എടുക്കുമ്പോൾ അതിൽ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഇനി വീഡിയോയിൽ പറഞ്ഞ റേറ്റ് അല്ലല്ലോ സിംഗിളെന്ന് ചോദിക്കരുത്. കാരണം നിങ്ങൾ 4 പ്രൈസ് വെച്ചിട്ട് സിംഗിളിൻ്റെ പ്രൈസ് നോക്കരുത്, സിംഗിളിൻ്റെ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇതുപോലെ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 420 രൂപയാണ്. 4 പ്രൈസ് ആട്ടോ വരുന്നത്. ഇതിൻ്റെ ഷൈനിങ് കണ്ടോ. ഇത് സത്യം പറഞ്ഞാൽ നൈറ്റുള്ള ഫംഗ്ഷനൊക്കെ ഇല്ലേ, ലൈറ്റ് ഒരുപാടുള്ള ഫംഗ്ഷനൊക്കെ ഇടുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ലുക്ക് വരുന്നത് കേട്ടോ. ഞാൻ വളരെയൊക്കെ മാക്സിമം സൂം ചെയ്തൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വാട്സാപ്പിൽ വന്നിട്ട് എന്നോട് പിക്ചർ ചോദിക്കാറുണ്ട്. ഞാൻ വീഡിയോ ഇത്ര ക്ലിയർ ആയിട്ട് കാണിക്കണില്ലേ. പിന്നെ ഞാൻ നോർമലി അങ്ങനെ പിക്ചേഴ്സ് എടുത്ത് വെക്കാറില്ല. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിക്ചേഴ്സ് ചോദിച്ച് ഒരുപാട് പേര് വരാറുണ്ട്. ഇതിൻ്റെ ഞാൻ ആദ്യം കാണിച്ച ബാങ്കിളിൻ്റെ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഇതിനില്ല കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ്റെ പ്രത്യേകത കൊണ്ടാണെന്ന് തോന്നുന്നു. ചില ബാങ്കിളിൻ്റെ സൈഡൊക്കെ ഇച്ചിരി എന്താ പറയണ, നമ്മൾ പറയുമല്ലോ ഷാർപ്പ്, അത്ര ഷാർപ്പ് മുറിയുന്ന ടൈപ്പ് ഷാർപ്പല്ല, എന്നാലും ഇച്ചിരി ഒരു അരവുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ച ബാങ്കിളിന് ഇത് ഒരു അരവൊന്നുമില്ല. ഇത് ഒരുപാട് ജ്വല്ലറികളുടെ പരസ്യത്തിൽ കണ്ടുള്ള ടൈപ്പ് ബാങ്കിളാട്ടോ. ശരിക്കും സ്റ്റോൺ യൂസ് ചെയ്ത പോലെയാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു കട്ടിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ഉണ്ടോ. ശരിക്കും ആ ഗോൾഡ് ഉണ്ടാക്കുന്ന മെഷീനിൽ തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതായത് ഇത്ര ഫിനിഷിങ് കേട്ടോ ഇതിന് വരുന്നത്. ഇതിന് 2 റേറ്റ് 350 രൂപ. ഇത് 2 സെറ്റായിട്ടാണ് വരുന്നത്, 4 അല്ലേ. അപ്പം നിങ്ങൾക്കിത് ഒരെണ്ണമായിട്ടോ 2 പർച്ചേസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലത്. 2 കയ്യിൽ ഓരോന്ന് തുടങ്ങുമ്പോൾ ശരിക്കും ഇത് ഗോൾഡാണെന്ന് തന്നെ എല്ലാവരും ഓർത്തോളും. അപ്പോൾ ഇനി നമ്മുടെ നാലാമത്തെ ഡിസൈൻ നമുക്ക് 3 ഡിസൈൻ പോലെ തന്നെ കുറച്ചുകൂടെ സിമിലറാണ്. കുറച്ചുകൂടെ ഭംഗി എനിക്കിതാണ് കൂടുതൽ തോന്നിയത്. പക്ഷേ ഇപ്പോൾ നേരത്തെ കാണിച്ച ബാങ്കിൽ കുറച്ചുകൂടെ ഇതിനെ അപേക്ഷിച്ച് വെയിറ്റ് ഉണ്ട്. ഇതൊരു ലൈറ്റ് വെയിറ്റ് ടൈപ്പാണ് കേട്ടോ. ഇതിൽ 4 ഡിസൈനാണ് ഈ ബാങ്കിൽ മൊത്തം വരുന്നത്. അപ്പുറം ആയിട്ടാണ്. ഞാനിത് റൗണ്ട് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതും 2 പീസിൻ്റെ സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസും 340 ആണ് കേട്ടോ. മറ്റേ 350 ആയിരുന്നു, ഇത് 340 ആട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം, പക്ഷേ റേറ്റിൽ ഞാനൊരു 5-10 ഡിഫറൻസ് വരും. കാരണം സിംഗിളായിട്ട് തന്നു കഴിയുമ്പോഴേ അതൊരു പീസ് അവിടെ ഇരുന്ന് പോകും. അങ്ങനെ 2 ചോദിച്ച് വന്നവർ പിന്നെ ആണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ വേണ്ടാന്ന് പറയും. അതുകൊണ്ടാട്ടോ അങ്ങനെ പറയണത്. ഇതുണ്ടോ സ്റ്റോൺ വെച്ച പോലെ തോന്നണല്ലേ, സ്റ്റോൺ അല്ല കേട്ടോ, അത് അതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ് ആണ് ഈ ബാങ്കിളിൻ്റെയൊക്കെ പ്രത്യേകത. ഇനി 4 ഡിസൈൻ, ഇതിനും ഇച്ചിരി ഒരു ഷാർപ്നെസ് ഉണ്ട് കേട്ടോ. അത് ആ ഡിസൈനിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ കാണിച്ച ബാങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറയും, ഉള്ളതുപോലെ പറയണമല്ലോ, അതുകൊണ്ട് പറയണം കേട്ടോ. ചിലർ ചോദിക്കുകയെ ഇടുമ്പോൾ സ്മൂത്തായിട്ട് ഇങ്ങനെ കുത്തിക്കൊള്ളാം. അതുപോലെ ഇത് കുത്തിക്കൊള്ളലൊന്നും അല്ല, അതിൻ്റെ എഡ്ജ് ഇച്ചിരി ഷാർപ്പാണ്. മുറിയത്തൊന്നുമില്ല. ഞാൻ കൈവച്ച് കുറേ ആക്കി നോക്കി, മുറിയത്തൊന്നുമില്ല. എന്നാൽ ആ ഒരു കട്ടിങ്ങിൻ്റെ ഒരു ഇതാണ് കേട്ടോ. പക്ഷേ ലുക്ക് വൈസ് ഭയങ്കര അടാറ് ലുക്കാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടണത്.
ഇതൊന്നും ഗോൾഡ് അല്ല എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ നമുക്ക് പ്രയാസം തോന്നും. അതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി ഡിസൈനാണ്. ഇതിന് 4 റേറ്റ് 425 രൂപയാണ് കേട്ടോ, 425. അപ്പോൾ ഇത് 2 വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യും. ഇതിപ്പോൾ നമുക്കിപ്പോൾ 24, 26, 28, 210 ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ബാഗിലൊന്നും 210 സൈസിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 5ാമത്തെ ഡിസൈൻ, ഇതൊരു അടിപൊളി ഡിസൈൻ അല്ലേ. ഇതൊക്കെ വേറെ ഏതോടെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡിസൈനൊക്കെ. എന്ത് രസമാണ്. ഇതൊക്കെ ഒരെണ്ണം വേറെ ചെയ്താൽ മതി കേട്ടോ, നല്ല ലുക്കായിരിക്കും. ഇതിന് 4 റേറ്റ് 420 രൂപയാണ് കേട്ടോ, 420. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിംഗിളായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇത് 2 വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്തോ, സൂപ്പറായിരിക്കുന്നേ, കുറേ നാളങ്ങനെ കിടന്നോളും. ഇഷ്ടപ്പെട്ട ഡിസൈൻ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊരു വേറെ കാര്യം കാണിച്ചിട്ട്, ഞാനിപ്പോൾ വേറെ ഇത് മോതിരം കണ്ടോ, നമുക്ക് ന്യൂ സ്റ്റോക്ക് വന്ന കേട്ടോ. ഇത് 2 ഞാൻ ഒരുമിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ 60-70 രൂപ റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡ് പ്ലേറ്റഡ് ഫിംഗർ റിംഗ് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ലാസ്റ്റ് ഡിസൈൻ കാണാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതിൽ 2/8 ഇല്ല. 2/8 മുഴുവൻ സോൾഡ് ഔട്ട് ആയി പോയി കേട്ടോ. എൻ്റെ ഇത് നമുക്ക് റീസെല്ലേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അവർ കൊണ്ടുപോയി ഐറ്റം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റീസ്റ്റോക്ക് ആക്കി തരാം കേട്ടോ. നമുക്കിപ്പോൾ ഇതിൽ കാണിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ എന്നോട് പ്രീ ബുക്കിംഗ് വേണമെന്ന് വന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഞാനത് കൺഫേം ആയിട്ട് പറയാം, പ്രീ ബുക്കിംഗ് കിട്ടുമോ ഇല്ല എന്നുള്ളത് കൺഫേം ആയിട്ട് പറയാം കേട്ടോ. ഇതിന് 535 രൂപയാട്ടോ 4 റേറ്റ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് ശരിക്കും ഇങ്ങനത്തെ ഗോൾഡിൻ്റെ ബാങ്കുകളും ഉണ്ട്. നമ്മളൊരുപാട് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഡിസൈനാണ് കേട്ടോ ഇത്. ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പറയത്തില്ല ഇതൊന്നും സ്വർണ്ണമല്ലെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇത്രയും വില കൂടി നിൽക്കുമല്ലേ, അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 5-6 ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ദയവ് ഇത് വീണ്ടും പ്രൈസ് ചോദിച്ച് വരല്ലേ, ഞാൻ പ്രൈസൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രൈസ് ചോദിച്ച് വന്ന് പിന്നെ ആ ചാറ്റിൽ നിന്ന് വീണ്ടും 2 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ചോദിച്ച് ഇത് ഓർഡർ ആക്കിയെന്ന് പറയുമ്പോൾ സാധനം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും എന്നോട് ചോദിക്കുന്നത് എന്താ നിങ്ങൾ സാധനം ഇല്ലെന്ന് പറയണം, എന്താണെന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു.